ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിനാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഇല്ലൂ, ഏട്ടൻ വന്നിട്ടില്ല. കാരണം നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ട് സർവീസിന് കൊടുത്തിട്ടായില്ലത്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ബസ്സിൽ പോയിട്ട് വേഗം തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ചെറിയ 2 സാധനങ്ങളെ വാങ്ങാനില്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് 3 മിനിറ്റ് ദൂരമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏതാ സ്ഥലമെന്നല്ലേ? ഇത് നമ്മളെ കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ അരവഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളെ വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ പയ്യന്നൂരേക്ക് പോകണം. ഇത് ചെറിയൊരു ടൗണാണ്. അങ്ങനെ ഞാൻ പയ്യന്നൂരേക്കാണ് ഇന്ന് പോകുന്നത്. ചെറിയൊരു ഷോപ്പിങ്, കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങാനില്ല. അപ്പോൾ വിചാരിച്ചു ബസ്സിലെല്ലാം ഒന്ന് പോയിട്ട് വരാം, ഒരു രസമല്ലേ. അങ്ങനെ ഞാൻ അവിടെ 2 മിനിറ്റ് ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബസ് ഇതാ വരുന്നു. ഇത് പയ്യന്നൂർ ചെറുപുഴ റൂട്ടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്കേ ബസ്സുണ്ട്. 5 മിനിറ്റ് കൂടുമ്പോൾ ഇവിടെ ബസ്സുണ്ട്. അങ്ങനെ ഞാൻ ബസ് കയറി. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ റൂട്ടിലേക്കൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നല്ല വളവും തിരിവുള്ള സ്ഥലമാണ് റോഡ്. അങ്ങനെ ഞാൻ പുറത്തേത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പാട്ടും കേട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇടയ്ക്ക് ഇങ്ങനെയെല്ലാം പോകണമല്ലേ ബസ്സിലെല്ലാം. എപ്പോഴും കാറിൽ തന്നെ പോകുമ്പോൾ ഒരു രസമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു യാത്ര വേണം. അങ്ങനെ ഞാൻ പയ്യന്നൂർ പെരുമ്പയിലെത്തി. ഇത് കണ്ടോ, ഇതാണ് നമ്മളെ പെരുമ്പ. ഇവിടെയാണ് നമ്മളെ മലബാർ ഗോൾഡിൻ്റെ ഷോപ്പ്, പിന്നെ സൂര്യ സിൽക്സ്, പിന്നെ ABC ടൈൽസിൻ്റെ ഷോപ്പ്. ഇതൊക്കെ ഈ ചുറ്റുവട്ടത്തായിട്ടാണ്. നല്ല ഭംഗിയാട്ടോ കാണാൻ. പിന്നെ ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ ഞാൻ നേരെ പോകുന്നത് ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ. ഇത് നമ്മളെ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് വശമാണ്. നല്ല മഴയുണ്ടായിരുന്നു. ഇതെല്ലാം ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് ഭാഗമാണ്. മൊത്തം മഴയും വെള്ളവും തന്നെ. ഞാൻ നേരെ ഇന്ന് പോയത് ഒരു ഹോൾസെയിൽ കടയിലേക്കാണ് കേട്ടോ. എനിക്കൊരു ബ്ലൗസ് വാങ്ങാനുണ്ട്. ഒരു റെഡിമെയ്ഡ് ബ്ലൗസിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ നേരെ ഷോപ്പിൻ്റെ അടുത്തെത്തി. ഇതൊരു ഹോൾസെയിൽ കടയാണ്. പയ്യന്നൂരിൽ എല്ലാവർക്കും അറിയാം ഈ കടേൻ്റെ പേരും കടയും. ഭാരത് എന്നാണ് ടെക്സ്റ്റൈൽസിൻ്റെ പേര്. ഒരു ഹോൾസെയിൽ കടയാണ്. പിന്നെ റീറ്റെയിലായിട്ടും ഇവിടുന്ന് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. നല്ല ഒരു ഷോപ്പാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അങ്ങനെ ഞാൻ നേരെ ഇതാ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഒരു പിങ്ക് കളർ ബ്ലൗസാണ് കേട്ടോ സെലക്ട് ചെയ്ത് വെച്ചത്. റെഡിമെയ്ഡ് ബ്ലൗസ് ഇടാൻ നല്ല സുഖമാണ്. നിങ്ങളെല്ലാം ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കണേ. നമ്മൾ തയ്ച്ചിട്ടിടുന്ന ബ്ലൗസിനേക്കാളും നല്ലൊരു സുഖമാണ്. നമുക്കൊരു ബ്ലൗസ് ഇട്ടൊരു ഫീലേ അറിയില്ല. നല്ലൊരു സുഖമാണ്. എന്തോ ഒന്ന് പറയണ്ടേ, പിടിച്ച് കെട്ടിയ പോലെ ഉണ്ടാവുകയില്ല. നമ്മൾ തലയിലേക്കൂടെയാണ് ഇടേണ്ടത്, ബനിയൻ ഇടുന്ന പോലെ. പിന്നെ ഞാനവിടെ കുറച്ച് അപ്പുറത്തെല്ലാം ഒന്ന് നോക്കി. ഒരു ബ്ലൗസിന് പോയിട്ട് 2 ബ്ലൗസ് വാങ്ങിയിട്ടോ. ഒരു ബ്ലാക്കും വാങ്ങി. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. മെറ്റീരിയലും കിട്ടും, റെഡിമെയ്ഡും കിട്ടും. പിന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല അടിപൊളിയാണ്. ഇവർ നമുക്ക് തുണികളെല്ലാം എടുത്ത് തരുമ്പോൾ നല്ല സ്നേഹത്തോടുകൂടെ, ദേഷ്യമൊന്നും വരില്ല കേട്ടോ. നന്നായിട്ട് എല്ലാം സഹകരിച്ചെടുത്ത് തരും. അങ്ങനെ ഞാനുണ്ടല്ലോ സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലാക്കി. 2 ബ്ലൗസേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. തുണിക്കട കണ്ടാൽ പിന്നെ എനിക്കുണ്ടല്ലോ നടന്നിറങ്ങാനേ തോന്നൂല. എന്നാലും ഞാൻ പിന്നെ പെട്ടെന്ന് വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ ഇറങ്ങി നേരെ പോയത് ഒരു ബുക്ക് സ്റ്റോളിലേക്കാണ് കേട്ടോ. പയ്യന്നൂരത്തെ ഫേമസ് കടയായ മലബാർ ബുക്ക് സ്റ്റോൾ. അപ്പോൾ എനിക്കിന്നൊരു എന്താ പറയുക, രാമായണത്തിൻ്റെ ഒരു ബുക്ക് വാങ്ങണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ബുക്ക് സ്റ്റാളിലേക്ക് വന്നത്. അപ്പോൾ ബുക്ക് വാങ്ങി ബില്ലെല്ലാക്കി. പിന്നെ നേരെ സ്റ്റാൻഡിലേക്ക് വന്നു, ബസ് സ്റ്റാൻഡിലേക്ക്. ഇതാണ് നമ്മളെ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ്. മഴ പെയ്തിട്ട് മൊത്തം വെള്ളം തന്നെ. അങ്ങനെ നമ്മളെ റൂട്ടിലേക്കുള്ള ബസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബസ്സിൽ കയറി. ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ആൾക്കാർ കയറുന്നതേ ഇല്ലൂ. ഞാനാണ് ആദ്യം കയറിയത്. ഇഷ്ടം പോലെ സീറ്റുണ്ട്. സീറ്റിലെ ബസ് കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ.
അങ്ങനെ ബസ്സിൽ ആൾക്കാരെല്ലാം നിറഞ്ഞു. പിന്നെ ബസ് വിട്ടു. എനിക്ക് സൈഡ് സീറ്റിൽ തന്നെ ഇരുന്നു. ഞാൻ പുറത്തത്തെ കാഴ്ചകളെല്ലാം കണ്ട് പാട്ടും കേട്ടുകൊണ്ട് വീണ്ടും മടക്കയാത്രയായി നേരെ വീട്ടിലോട്ട് ബസ് ഇറങ്ങി. പിന്നെ ഞാനിതാ വീട്ടിലോട്ട് നടന്ന് വരുമായിരുന്നു. ഇതാണ് നമ്മളെ കട്ട് റോഡ് കേട്ടോ, മെയിൻ റോഡിൽ നിന്ന്. അങ്ങനെ ഞാൻ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തെത്തി. പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഏട്ടൻ എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതോ ഇത്ര വേഗം വന്നോന്ന് ചോദിച്ചു. ഞാൻ വരുമ്പോഴത്തേക്ക് ഏട്ടൻ ഇതാ ഇവിടെ സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പോകുമ്പോഴേ സിനിമ കാണുന്നതെന്നുണ്ടായിന് കേട്ടോ. തിരിച്ചു വരുമ്പോഴത്തേക്കും സിനിമ കാണുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് വന്നോ നീന്ന് ചോദിച്ചു. പെട്ടെന്ന് പോയി ചെറിയ 2 സാധനങ്ങളല്ലേ ഇല്ലു വാങ്ങാൻ. അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒരു രാമായണത്തിൻ്റെ ഒരു കുഞ്ഞു ബുക്ക്, പിന്നെ 2 ബ്ലൗസ്. ഒരു ബ്ലൗസിന് പോയതായിരുന്നു, ഒരു പിങ്കും ഒരു ബ്ലാക്കും വാങ്ങി. അങ്ങനെയാണ് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നാൽ പിന്നെ അതിങ്ങനെ കവറെല്ലാം പൊട്ടിച്ച് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇട്ടിട്ട് ഒന്ന് കണ്ണാടിയിലെല്ലാം നോക്കും. ചെറിയ 2 സാധനങ്ങളാണ്, എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഷോപ്പിംഗ് എല്ലാം ചെയ്യാൻ പോയാലും അത് വാങ്ങിക്കൊണ്ടുവന്നാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. എൻ്റെ കുഞ്ഞു ഷോപ്പിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ മുഴുവനായിട്ടും കാണണം. ഇതാണ് ഞാൻ വാങ്ങിയ കറുപ്പ് ബ്ലൗസ് കേട്ടോ. ഇത് പിങ്ക്. ഇത് കവറെല്ലാം ഒന്ന് പൊട്ടിച്ചൊന്ന് ഇങ്ങനെ ഇട്ട് നോക്കി. പിന്നെ അത് കണ്ട നല്ല രസമില്ലേ കാണാൻ? നല്ല സുഖമാണ് റെഡിമെയ്ഡ് ബ്ലൗസ് ഇടാൻ. നിങ്ങളും എല്ലാം വാങ്ങി നോക്കണം, അടിപൊളിയാണ്. ഓക്കെ.